നമസ്കാരം, ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ബിജെപിയെ അവതാളത്തിലാക്കുന്ന തരത്തിലുള്ള കൊടിഞ്ഞുപോക്കും പൊട്ടിത്തെറികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബിജെപി നേതൃത്വം ഇന്നുവരെ സാക്ഷ്യം വഹിക്കാത്ത വേറിട്ട തരത്തിലുള്ള വിള്ളലാണ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് ബിജെപിക്കുള്ളിലെ വിള്ളൽ മറനീക്കി പുറത്തു വന്നത് എന്നതും ഏറെ ശ്രദ്ധേയം. കോൺഗ്രസിനെ ഗ്രൂപ്പിസം പറഞ്ഞ് അവഹേളിക്കുന്ന ബിജെപി ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അത്തരത്തിലാണ് ബിജെപിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയും. ഉത്തരേന്ത്യയിൽ തങ്ങൾക്ക് ആധിപത്യമുള്ളതിനാൽ ദക്ഷിണേന്ത്യയാണ് ബിജെപി കൂടുതലായും ലക്ഷ്യം വെക്കുന്നത്. തമിഴ്നാട്, കേരളം, കർണാടക എന്നിവിടങ്ങളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള തിരക്കിലാണ് ബിജെപി. എന്നാൽ ഇതിൽ കർണാടകയിൽ അതിദാരുണമായ അവസ്ഥയാണ് ബിജെപി നേതൃത്വത്തിൽ ഇപ്പോൾ ഉള്ളത്. സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇന്നുവരെ കാണാത്ത പൊട്ടിത്തെറികൾക്കാണ് കർണാടക ബിജെപി രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇതിനോടകം തന്നെ MLA-മാരും MP-മാരും പാർട്ടി വിട്ടു പോകുന്ന കാഴ്ചയാണ് കർണാടകയിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ മലയാളികളുടെ പ്രിയ നായികയായ അബ്രപാളയിലെ മലയാളി സ്ത്രീത്വത്തിന്റെ പ്രതീകമായിരുന്ന സുമലത കർണാടക ബിജെപിയെ പിടിച്ചുകുലുക്കുകയാണ്. മാണ്ഡ്യ സീറ്റ് JDS-ന് വിട്ടുകൊടുക്കാനുള്ള ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സിറ്റിംഗ് MP സുമലത അംബരീഷ്. കർണാടകയിലെ മാണ്ഡ്യ ലോക്സഭാ സീറ്റിനെ ചൊല്ലിയുള്ള NDA മുന്നണിയിലെ തർക്കം ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ബിജെപി ടിക്കറ്റ് കാത്തിരുന്ന സിറ്റിംഗ് MP സുമലത പ്രതിസന്ധിയിലാകുകയായിരുന്നു. ടിക്കറ്റ് വിട്ടു നൽകില്ലെന്ന് പിടിവാശിയിൽ JDS ഉറച്ചുനിന്നതോടെ ബിജെപി ഹൈക്കമാൻഡ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകളെല്ലാം അലസിപ്പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴിതാ മണ്ഡ്യ വിട്ടു പോകില്ലെന്നും ഇവർ സ്വതന്ത്രയായി വീണ്ടും മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം സുമലതയെ അനുനയിപ്പിക്കാനുള്ള ബിജെപി ശ്രമങ്ങൾ തുടരുകയാണ്. 2019 സ്വതന്ത്രയായാണ് സുമലത മണ്ഡ്യയിൽ നിന്ന് ലോക്സഭയിൽ എത്തിയത്. കോൺഗ്രസ് ദൾ സ്ഥാനാർത്ഥിയും കുമാരസ്വാമിയുടെ മകനുമായ നിഖിൽ ഗൌഡയെ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ഇത്തവണ മണ്ഡലം JDS-ന് വിട്ടുകൊടുക്കാനുള്ള നീക്കം അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. മാണ്ഡ്യയ്ക്ക് പകരമായി ചിക്ബല്ലാപൂർ, മംഗളൂർ നോർത്ത് സീറ്റുകൾ വാഗ്ദാനം ചെയ്തെങ്കിലും ഇവർ വഴങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം മുൻ മുഖ്യമന്ത്രി HT കുമാരസ്വാമി JDS സ്ഥാനാർത്ഥിയായി മണ്ഡ്യയിൽ മത്സരിക്കുമെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ സുമലതയെ അനുനയിപ്പിക്കാൻ ബിജെപി നേതൃത്വത്തിനായില്ലെങ്കിൽ JDS-നെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുമലത വരുന്നതോടെ മാണ്ഡ്യ മണ്ഡലം കൈവിട്ടു പോകും എന്നതും മാണ്ഡ്യയിൽ രക്ഷയില്ല എന്ന കാര്യത്തിലും ഏറെക്കുറെ ബിജെപിക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇതിനെ തടയിടാനുള്ള കഠിന ശ്രമത്തിലാണ് ബിജെപി ഇപ്പോൾ. സത്യത്തിൽ സുമലത ഇപ്പോൾ ബിജെപിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. സീറ്റ് വിട്ട് നൽകുകയല്ലാതെ മറ്റൊരു മാർഗവും ബിജെപിക്ക് മുന്നിൽ ഇല്ല എന്നതാണ് വാസ്തവം.